സുരക്ഷ. നിത്യേന കേൾക്കുന്ന മൂന്നക്ഷരങ്ങൾ. അക്ഷരങ്ങൾ അല്ല, നെഞ്ചോട് ചേർത്ത് പിടിക്കേണ്ടുന്ന ജീവശ്വാസം. സുരക്ഷയില്ലാതെ ജോലി ചെയ്ത് ഈയാംപാറ്റകളെ പോലെ കരിഞ്ഞു വീണ കുറേ ആളുകൾ. കണ്ടിട്ടും കണ്ടില്ലെന്ന് നടിച്ച് കുറേ ആളുകൾ. ഇവരോട് കറണ്ടിന് എന്തായിരിക്കും പറയാനുള്ളത്? കൊള്ളാം, ഇത് നല്ലൊരാശയമാണ്. കറണ്ടിന് ജീവൻ നൽകുക. കറണ്ട് സംസാരിക്കുക. കറണ്ട് സംസാരിക്കുക. ഞാൻ അല്ല, ഞങ്ങൾ കരണ്ട്. കണ്ടില്ലേ, ഞാൻ തനിച്ചല്ല, ഞങ്ങൾ രണ്ടാളുണ്ട്. ഞാൻ കൊലയാളി, ഇരയെ കാത്തിരിക്കുന്ന കൊലയാളി. വരും, ആരെങ്കിലും വരും. എനിക്കങ്ങോട്ട് പോയി കൊല്ലാൻ കഴിയില്ലല്ലോ. കണ്ടില്ലേ, എനിക്കനങ്ങാൻ പറ്റാത്ത വിധം കെട്ടിയിട്ടിരിക്കുകയല്ലേ എന്നെ. ഞാൻ കരണ്ട്, നിങ്ങളുടെ ഭൃത്യൻ. നിങ്ങൾ പറയുന്നതെല്ലാം ഞാൻ ചെയ്യാം. പക്ഷേ സ്വസ്ഥമായി ജോലി ചെയ്യുവാൻ നിങ്ങളോടൊപ്പം സുരക്ഷയും വേണമെന്ന് മാത്രം. ഇല്ലെങ്കിൽ ഇവൻ എന്നെ ഞെരിച്ചു കളയും. ഓടാ, സുരക്ഷ സുരക്ഷ എന്റെ ശത്രുവാണ്. വരും, ഇനിയും വരും. സുരക്ഷയില്ലാതെ വിഡ്ഢികൾ, അവരെയും ഞാൻ. എല്ലാവരും വിഡ്ഢികളല്ല. ഇനിയും സുരക്ഷയോടൊപ്പമേ ജീവനക്കാർ വരികയുള്ളൂ. അല്ല, കുറെ കാലമായല്ലോ നിൽക്കാൻ തുടങ്ങിയിട്ട്, ഇതുവരെയും ആരെയും കിട്ടിയില്ലേ? നോക്കാം. ആരൊക്കെയോ ഇങ്ങോട്ട് വരുന്നുണ്ടല്ലോ. ജീവനക്കാരാണ്. നോക്കാം, ഇന്ന് എനിക്കിരയെ കിട്ടുമോ അതോ വിഡ്ഢികളാണോ എന്ന്. എന്താ കിറ്റുകളും മറ്റും എടുക്കണില്ലേ? വണ്ടിയിൽ നിന്ന് കിറ്റ് എടുത്തോണ്ട് പോടേ. നീ എടുത്തോണ്ട് വാടേ. എടേ, നീ പോയി എടുത്തിട്ട് വാ. സാറേ, നമ്മളവിടെ ഒരു HT പിന്ന് മാറാനല്ലേ പോകുന്നത്. അവിടെ AB തുറന്നിട്ടുണ്ട്. ഇനി ഇതുകൂടി എടുത്തു കഴിഞ്ഞാൽ നമുക്ക് നടക്കാൻ ബുദ്ധിമുട്ടാകും. ഇപ്പൊ നിനക്ക് ചുമക്കാൻ വയ്യെങ്കിൽ തിരിച്ചു പോകുമ്പോ നമ്മൾ നിന്നെ ചുമക്കേണ്ടി വരും. AB തുറന്നിരുന്നാലും വർക്ക് ചെയ്യുമ്പോൾ രണ്ട് സൈഡും എർത്ത് ചെയ്ത് വേണം വർക്ക് ചെയ്യാൻ. മനസ്സിലായ? നിനക്കൊക്കെ എന്തിനാണ് ഈ ബോർഡ് ട്രെയിനിങ്ങുകളും മറ്റും തരണത്? അയ്യോ എന്റെ സാറേ, എന്നെ ചീത്ത പറയണ്ട, ഞാൻ എടുത്തുകൊള്ളാം. എടാ അനീഷ, ഒരു കൈ താടാ. എന്താടേ, നീ തന്നെ ചുമന്നോ. അങ്ങ് ചുമന്നോ.
ഇതിപ്പോ എന്തിനാ എനിക്ക്? അവിടെ കിടക്കട്ടെ. ഓ, ഇനിയിപ്പോ ഇതെങ്ങനെ ഊരും? എന്നോടാ കളി. സാറേ, ആ നടുവിലത്തെ ഇൻസുലേറ്ററാ പോയിരിക്കുന്നത്. ആ കോണി ഇപ്പൊ എവിടെയാ വെച്ചത്? അളിയ, എങ്ങോട്ടാ? പോയി കേറ്. അളിയനല്ലേ കണ്ടത്? അളിയൻ തന്നെ അങ്ങ് കേറിക്കോ. നിക്ക്. അതെ, നിങ്ങൾ രണ്ടും കേറണ്ട, ഞാൻ കേറിക്കോളാം. എനിക്കേ ഇത് പെട്ടെന്ന് തീർത്തിട്ട് വീട്ടിൽ പോണം. ഇന്ന് എന്റെ കൊച്ചിന്റെ ബർത്ത്ഡേയാ. നിക്ക്, എന്താടാ എന്റെ ഭാര്യ വീട്ടിൽ ഓടി കയറും പോലെ കയറാൻ? ഇതെല്ലാം ഒന്ന് ശരിയാക്കിയിട്ട് പോ. എന്താണ്ടാ ഉണ്ണിയെ, നിനക്ക് പേടിയാണെങ്കിൽ നീ മാറി നിൽക്ക്. ഞാൻ 10-15 വർഷമായി ഈ കമ്പിയും കാലും കാണാൻ തുടങ്ങിയിട്ട്. സാറേ, ശരീരം വെറുതെ ടെസ്റ്റർ ആക്കണം. എന്റെ ഉണ്ണിയെ, നീ എന്നെ പഠിപ്പിക്കണ്ട കേട്ടോ. എനിക്കറിയാം ഇതെങ്ങനെയാന്ന്. അല്ലെങ്കിൽ വേണ്ട, ആ ടെസ്റ്റിംഗ് ഇതാ. ഇതൊന്നും ഇല്ലാതാ വന്നേക്കുന്നത്. AB ഓപ്പൺ ചെയ്യണ്ട സാറേ. ഓ, AB ഓപ്പൺ ചെയ്താൽ തന്നെ അതിന്റെ കേബിൾ കെട്ടാൻ ശശിയെ, ഇതിന്റെ ഫ്യൂസ് ഊരിയാ മതി. സാറേ, ഗ്ലൗസ് ഉണ്ടല്ലോ, AB അങ്ങ് ഓപ്പൺ ചെയ്യാം. ആ എന്റെ ശശിയെ, നിന്നെ കൊണ്ട് വലിയ ശല്യമായല്ലോ. എന്നാ പിന്നെ എടുക്ക്. സസ്യേ, ഈ വർക്കർ ആയതുകൊണ്ട് പറയാ, പോസ്റ്റിന്റെ മേലിരുന്ന് താഴേക്ക് നോക്കരുത്. എന്താ സാറേ അങ്ങനെ? എന്റെ ശശിയെ, പോസ്റ്റിന്റെ മേലിരുന്ന് താഴേക്ക് നോക്കിയ ഷോക്കടിക്കും. എന്നാലും അതങ്ങോട്ട് മനസ്സിലാകുന്നില്ലല്ലോ സാറേ. എന്റെ ശശിയെ, ഞാൻ പണ്ട് കാസർഗോഡ് വർക്ക് ചെയ്തിരുന്ന സമയത്തെ പോസ്റ്റിന് മേലുള്ള വള്ളിപ്പടർപ്പ് എടുക്കാൻ വേണ്ടി കയറി ഒന്ന് താഴേക്ക് നോക്കിയതേ ഉള്ളൂ, ഷോക്കടിച്ചു. അതെങ്ങനെ? അതെ ശശിയെ, അതെന്താന്നറിയോ? താഴെ ഒരു പൊണ്ണുങ്ങൾ കുളിക്കുന്നുണ്ടായിരുന്നു. അല്ല സാറേ, നമ്മൾ ഈ പഹയനെ കൂട്ടുമ്പോഴേ ആ പഹയന്മാർക്കൊരു വ്യത്യാസം കാണുന്നില്ലേ? ശശിയെ, നീ പറഞ്ഞത് വളരെ ശരിയാണ്. ഈ പകയനെ കൂട്ടുമ്പോ ആ പകയന്മാർക്ക് നല്ല വ്യത്യാസമുണ്ട്. ഇനി നമ്മളെ എന്തു വർക്ക് ചെയ്യുമ്പോഴും ഈ പകയനില്ലാതെ എങ്ങോട്ടുമില്ല. ശശിയെ, നമ്മൾ ഇത്രയും നാൾ അർത്ഥമറിയാതെയാണ് പ്രതിജ്ഞ ചൊല്ലിയത്. എന്നാൽ ഇനി മുതൽ നമ്മൾ അർത്ഥമറിഞ്ഞേ പ്രതിജ്ഞ ചൊല്ലൂ. KSEB ലിമിറ്റഡിന്റെ വൈദ്യുതി വിതരണ മേഖലയിൽ ജോലി ചെയ്യുന്ന ഞാൻ ദിവസേന ഇടപെടുന്ന പ്രവൃത്തികൾ സൂക്ഷ്മശ്രദ്ധ ആവശ്യമുള്ള ജോലിയാണെന്ന് എനിക്ക് ഉത്തമ ബോധ്യമുണ്ട്. എന്റെ ഭാഗത്തെ ഒരു ചെറിയ അശ്രദ്ധയോ ഉത്തരവാദപരമായതോ തെറ്റായതോ ആയ പ്രവർത്തനം എനിക്കും എന്റെ സഹജീവനക്കാർക്കും മറ്റു പൊതുജനങ്ങൾക്കും അപായകരവും ജീവഹാനിക്ക് തന്നെയോ കാരണമാകുന്നതും എന്റെ കുടുംബത്തിനും മറ്റുള്ളവർക്കും വൈദ്യുതി ബോർഡിനും നഷ്ടത്തിന് കാരണമാകുമെന്നോ ഞാൻ മനസ്സിലാക്കുന്നു. ഇന്നു മുതൽ വൈദ്യുതി ലൈനിൽ പണിയെടുക്കുന്നതിന് മുൻപ് വൈദ്യുതി ബന്ധം വിച്ഛേദിച്ചും ലൈനുകൾ തീർത്തുമായി ബന്ധിപ്പിച്ചും മാത്രമേ ഞാൻ ജോലി ചെയ്യുള്ളൂ. ഞാൻ സുരക്ഷാ പരിപാലനത്തിൽ ശ്രദ്ധനായിരിക്കുമെന്നും സുരക്ഷാ നടപടികൾ പൂർണ്ണമായും പാലിക്കുമെന്നും